ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹി മാർച്ചിനായി ഹരിയാനയിലേക്ക് കടക്കാൻ കർഷകർ. ശംഭു അതിർത്തിയിൽ സംഘർഷാവസ്ഥ. 9 കർഷകർക്കു പരുക്ക്. ന്യൂഡൽഹി. വിളകൾക്കു താങ്ങുവില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിൽ ഡൽഹിയിലേക്ക് മാർച്ച് നടത്താനായി പഞ്ചാബിലെ കർഷകർ ഹരിയാനയിലേക്കു കടക്കാൻ ശ്രമിച്ചത് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. കർഷകരെ തടയുന്നതിനായി പോലീസ് കൂടുതൽ ബാരിക്കേഡുകൾ വെച്ചു. പ്രതിഷേധം അക്രമത്തിലേക്കു കടന്നതിനു പിന്നാലെ കർഷകർ സ്ഥലത്തുനിന്ന് താൽക്കാലികമായി പിൻവാങ്ങി. 9 കർഷകർക്കു പരുക്കേറ്റെന്നും ഒരാളുടെ നില ഗുരുതരമെന്നും കർഷകർ പറഞ്ഞു. കർഷകരെ സ്ഥലത്തുനിന്ന് അകറ്റുന്നതിനായി കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിക്കുന്നുണ്ട്. ഇത് മറികടന്ന് കർഷകർ ബാരിക്കേഡുകൾക്ക് അടുത്തെത്തുമ്പോൾ പെപ്പർ സ്പ്രേയും ഉപയോഗിക്കുന്നുണ്ട്. ബാരിക്കേഡുകൾക്കടുത്തുനിന്നു പിന്മാറാൻ പോലീസ് കർഷകരോട് ആവശ്യപ്പെടുന്നുമുണ്ട്. അതേസമയം കർഷക സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇന്ന് വൈകുന്നേരത്തെ യോഗത്തിനുശേഷം തീരുമാനിക്കുമെന്ന് കർഷകർ അറിയിച്ചു. പോലീസിന്റെ നടപടികളെ നേരിടാനൊരുങ്ങിയാണ് കർഷകരുമെത്തിയിരിക്കുന്നത്. കണ്ണീർ വാതകത്തിന്റെ പ്രഭാവം കുറക്കാൻ മുഖം മൂടിയാണ് നടപ്പ്. സംരക്ഷ കണ്ണടകളും ധരിച്ചിട്ടുണ്ട്. നനഞ്ഞ ജൂട്ട് ബാഗുകൾ ഉപയോഗിച്ച് കണ്ണീർ വാതക ഷെല്ലുകൾ നിഷ്ക്രിയമാക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നു. 101 കർഷകരാണ് ശംഭു അതിർത്തിയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുന്നത്. അസദ് കൊല്ലപ്പെട്ടു. മിസൈൽ ആക്രമണമെന്ന അഭ്യൂഹങ്ങൾ. മിനിറ്റുകൾക്കുള്ളിൽ വിമാനം അപ്രത്യക്ഷം. ഡമാസ്കസ്. വിമതസേന. തലസ്ഥാന നഗരമായ ഡമാസ്കസ് പിടിച്ചതിനു മുൻപ് രാജ്യം വിട്ട സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ വിമാനം ഇപ്പോൾ എവിടെയെന്ന ചോദ്യമുയരുന്നു. സിറിയൻ പ്രാദേശിക സമയം ഞായറാഴ്ച പുലർച്ചെ പ്രസിഡന്റ് ബാഷർ അൽ അസദുമായി പുറപ്പെട്ടെന്നു കരുതുന്ന വിമാനം തകർന്നു വീഴുകയോ വെടിവെച്ചിടുകയോ ചെയ്തെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഉയരുന്നത്. റഡാറിൽ നിന്ന് വിമാനം പൊടുന്നനെ അപ്രത്യക്ഷമായതാണ് ഇതിനു പിന്നിലെ കാരണം. വിമാന സ്പോട്ടിംഗ് സൈറ്റായ ഫ്ലൈറ്റ് റഡാർ 24 നിന്നുള്ള വിവരങ്ങൾ പ്രകാരം സിറിയൻ എയർ വിമാനക്കമ്പനിയുടെ ഇല്യൂഷൻ 276 എന്ന വിമാനം ഡമാസ്കസ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നതും പിന്നീട് സിറിയയുടെ തീരമേഖലയിലേക്ക് നീങ്ങുന്നതും കാണാം. ലറ്റാക്കിയയിലേക്കായിരുന്നു വിമാനത്തിന്റെ പോക്കെന്നായിരുന്നു അനുമാനം. എന്നാൽ പെട്ടെന്ന് ഈ വിമാനം യാത്ര എതിർദിശയിലേക്ക് മാറ്റി. മിനിറ്റുകൾക്കുള്ളിൽ ഹോംസ് നഗരത്തിനു സമീപം റഡാറിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാകുകയും ചെയ്തു. അസദ് എങ്ങോട്ടാണ് പോയതെന്നുള്ള വിവരങ്ങൾ സിറിയൻ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല അഭ്യൂഹങ്ങളെക്കുറിച്ച് പ്രതികരിക്കാനും അവർ തയ്യാറായിട്ടില്ല. 3650 മീറ്ററിൽ നിന്ന് 1070 മീറ്ററിലേക്ക് വിമാനം താഴ്ന്നതിനു പിന്നിൽ മിസൈൽ ആക്രമണം, വിമാനത്തിന്റെ യന്ത്രത്തകരാർ തുടങ്ങിയവയാണെന്നാണ് സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം. അതേസമയം പഴയ വിമാനങ്ങളുടെ ട്രാൻസ്പോണ്ടറുകളുടെ കാലപ്പഴക്കം, ട്രാൻസ്പോണ്ടർ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചത്, പ്രദേശത്തെ GPS തടയുന്ന ജാമ്മറുകളുടെ പ്രവർത്തനം, മിലിറ്ററി ഫ്രീക്വൻസിയിലേക്ക് മാറ്റിയത് തുടങ്ങിയവ മൂലം ഡേറ്റയിൽ പിഴവ് വരാമെന്ന് ഫ്ലൈറ്റ് റഡാർ പറയുന്നു. സിറിയയിലെ സംഘർഷാവസ്ഥ. കേരള സന്ദർശനം വെട്ടിച്ചുരുക്കി പാത്രിയർക്കീസ് ബാവ മടങ്ങുന്നു. കൊച്ചി. കേരള സന്ദർശനം വെട്ടിച്ചുരുക്കി പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയർക്കീസ് ബാവ മടങ്ങുന്നു. ചൊവ്വാഴ്ച രാവിലെ 9:30 ഡമാസ്കസിലേക്കു മടങ്ങാനാണ് ബാവായുടെ തീരുമാനം. സിറിയയിൽ ആഭ്യന്തര കലാപം രൂക്ഷമായതിനു പിന്നാലെ പ്രസിഡന്റ് ബാഷർ അൽ അസദ് രാജ്യം വിട്ടിരുന്നു. തലസ്ഥാന നഗരമായ ഡമാസ്കസ് ഉൾപ്പെടെ വിമതസേനയുടെ കൈവശമാണിപ്പോൾ. ഇതിനു പിന്നാലെയാണ് പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയർക്കീസ് ബാവ തിരികെ മടങ്ങുന്നത്. ഗെയിം കളിക്കാൻ മൊബൈൽ നൽകിയില്ല. കോഴിക്കോട് 14കാരൻ അമ്മയെ കുത്തി പരുക്കേൽപ്പിച്ചു. പയ്യോളി. കോഴിക്കോട് ഗെയിം കളിക്കുന്നതിന് മൊബൈൽ ഫോൺ നൽകാത്തതിന് 14 വയസ്സുകാരൻ അമ്മയെ കുത്തി പരുക്കേൽപ്പിച്ചു. തിക്കോടി കാരേക്കാട്. ഇന്നലെ രാത്രിയാണ് സംഭവം. മൊബൈൽ ഗെയിമിന് അടിമയാണ് മകനെന്നാണ് ലഭിക്കുന്ന വിവരം. 14കാരൻ പഠനം അവസാനിപ്പിച്ചിരുന്നു. ഫോണിൽ നെറ്റ് തീർന്നതിനെ തുടർന്ന് റീചാർജ് ചെയ്തു തരാൻ അമ്മയോട് ആവശ്യപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ അമ്മയുടെ ഫോൺ തരണമെന്നും നിർബന്ധം പിടിച്ചു. ഇതിന് തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഉറങ്ങിക്കിടന്ന അമ്മയെ കത്തികൊണ്ട് കുത്തിയത്. പരുക്കേറ്റ അമ്മയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരുക്ക് ഗുരുതരമല്ല. PV അൻവർ UDFിലേക്ക്. കെ സുധാകരനുമായി ചർച്ച നടത്തി. മലപ്പുറം. KPCC അധ്യക്ഷൻ കെ സുധാകരനുമായി ചർച്ച നടത്തി PV അൻവർ. മുസ്ലിം ലീഗുമായി ചർച്ച നടത്തിയ ശേഷമാണ് കൂടിക്കാഴ്ച. മുസ്ലിം ലീഗുമായി ചർച്ച നടത്തിയത് മുന്നണി പ്രവേശം സംബന്ധിച്ച്. മറ്റു പാർട്ടികളിലെ അതൃപ്തരെയും കൂടി നിർത്താൻ നീക്കം. തൃണമൂൽ കോൺഗ്രസുമായി സമാജ്വാദി പാർട്ടിയുമായും PV അൻവർ ചർച്ച നടത്തി. ലീഗ് നേതാക്കളായ ET മുഹമ്മദ് ബഷീർ, PV അബ്ദുള്ള വഹാബ് എന്നിവരുമായും തൃണമൂല് MPമാരുമായും PV അൻവർ ചർച്ച നടത്തി. വിവിധ ജില്ലകളിലെ സംഘടന ശക്തിപ്പെടുത്താനുള്ള യോഗങ്ങൾ വിളിച്ചുചേർത്ത ശേഷമാണ് രാഷ്ട്രീയ പാർട്ടികളുമായുള്ള അൻവറിന്റെ കൂടിക്കാഴ്ച. ഇടതുമുന്നണി വിട്ടശേഷം തമിഴ്നാട്ടിലെ DMK MLAമാരുമായി അൻവർ ചർച്ച നടത്തിയിരുന്നെങ്കിലും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന് അനുകൂല നിലപാട് എടുക്കാത്തതിനാല് ചർച്ചകൾ ഫലം കണ്ടിരുന്നില്ല. മലപ്പുറത്ത് വീണ്ടും മഞ്ഞപ്പിത്ത മരണം. 9ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് 14 വയസ്സുകാരൻ മരിച്ചു. മലപ്പുറം വാഴക്കാട് മഠത്തിൽ ഷാദാബാണ് മരണപ്പെട്ടത്. GHSS വാഴക്കാട്ടിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. മഞ്ഞപ്പിത്തം മൂർച്ഛിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഖബറടക്കം നാളെ രാവിലെ 11-ന് ആക്കോട് ജുമാ മസ്ജിദിൽ നടക്കും. ജില്ലയിൽ കുറ്റിപ്പുറം, വഴിക്കടവ് അടക്കമുള്ള പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യമുള്ളതിനാൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. വടകരയിൽ കാറിടിച്ച് 9 വയസ്സുകാരി കോമയിലായ സംഭവം.
ഷെജിലിന്റെ ഭാര്യയെയും പ്രതി ചേർത്തേക്കും. കോഴിക്കോട് വടകരയിൽ കാറിടിച്ച് 9 വയസ്സുകാരി കോമയിലായ സംഭവത്തിൽ പ്രതിയുടെ ഭാര്യയെയും പ്രതി ചേർത്തേക്കും. വിദേശത്തേക്ക് കടന്ന പുറമേരി സ്വദേശി ഷെജിലിനെ വിദേശത്തുനിന്ന് 2 ആഴ്ചക്കകം നാട്ടിലെത്തിക്കാനാണ് പോലീസ് ശ്രമം. അപകടമുണ്ടാക്കിയ കാർ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 17-ന് വടകര ചോറോട് ദേശീയപാതയിൽ രാത്രി 9 മണിയോടെ ഉണ്ടായ അപകടത്തിൽ 62-കാരിയായ മുത്തശ്ശി ബേബി മരണപ്പെടുകയും കൊച്ചുമകൾ ദൃശാന അബോധാവസ്ഥയിലാവുകയും ചെയ്തു. ഇരുവരെയും ഇടിച്ചിട്ടത് വെള്ളക്കാർ എന്ന സൂചന അല്ലാതെ മറ്റൊരു തെളിവും ഇല്ലാതിരുന്ന കേസിൽ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഷെജിലിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് അപകടമുണ്ടാക്കിയതെന്നും ഷെജിൽ തന്നെയാണ് കാർ ഓടിച്ചതെന്നും പോലീസ് കണ്ടെത്തിയത്. സംഭവസമയം ഷെജിലിന്റെ ഭാര്യയും 2 കുട്ടികളും വാഹനത്തിലുണ്ടായിരുന്നു. അപകടം പുറത്ത് അറിയാതിരിക്കാൻ വിവിധ പ്രവൃത്തികളാണ് കുടുംബം ചെയ്തത്. വാഹനത്തിന്റെ ബമ്പർ ഉൾപ്പെടെയുള്ളവ മാറ്റിയിരുന്നു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച പ്രവൃത്തിയാണ് ഷെജിന്റെയും കുടുംബത്തിന്റെയും ഭാഗത്തുനിന്നുണ്ടായത്. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ബേബിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. കോമ അവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന ദൃശാനയുടെ ഗതിയും ഇതാകുമായിരുന്നില്ല. ഇതിന് മുതിരാതിരുന്ന കുടുംബം ചെയ്തത് ക്രൂരതയാണ്. സംഭവത്തിൽ ഷെജിലിന്റെ ഭാര്യയെ പ്രതിചേർക്കാനാണ് പോലീസ് നീക്കം. ഇതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ദൃശാനയുടെ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുകയാണ് കുടുംബം. ഇതിനിടെ വാഹനം കണ്ടെത്തിയത് ഇൻഷുറൻസ് ലഭിക്കാൻ സഹായിക്കുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. ഗതാഗത നിയന്ത്രണം. കൂടരഞ്ഞി ഉറുമി പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ അറ്റകുറ്റപ്രവൃത്തിക്ക് വേണ്ടി നാളെ 2024 ഡിസംബർ 9 മുതൽ ഗതാഗത നിയന്ത്രണം. പുന്നക്കൽ ഭാഗത്തുനിന്ന് വരുന്നതും പുന്നക്കൽ ഭാഗത്തേക്ക് പോകുന്നതുമായ വാഹനങ്ങൾ കൂടരഞ്ഞി കരിങ്കുറ്റി റോഡിലൂടെ പോകണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ശാസ്ത്രീയമായി കാശുമാവ് കൃഷി എങ്ങനെ നടത്താം? പരിശീലന പരിപാടി നാളെ കോടഞ്ചേരി സംസ്ഥാന കശുമാവ് വികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ശാസ്ത്രീയമായി കാശുമാവ് കൃഷി എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ചുള്ള പരിശീലന പരിപാടി നാളെ 2024 ഡിസംബർ 9 രാവിലെ 9:30 മുതൽ മരിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കശുമാവ് തൈകൾ വാങ്ങിയ ആളുകൾക്കോ അല്ലാത്തതോ ആയ കർഷകർക്ക് മേൽ പരിശീലന പരിപാടിയിൽ സൗജന്യമായി പങ്കെടുക്കാവുന്നതാണ്. താൽപ്പര്യമുള്ള ആളുകൾ അതാത് വാർഡ് മെമ്പർമാരുടെ അടുത്ത് പേര് രജിസ്റ്റർ ചെയ്യുക. 60 പേർക്കാണ് മേൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുക. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് കായികമേള പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ്സ് UP സ്കൂൾ ചാമ്പ്യന്മാർ. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രൈമറി സ്കൂൾ കായികമേള പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം മേഴ്സി പുളിക്കാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ പുരിയിടത്തിൽ മുഖ്യാതിഥിയായി. 92 പോയിന്റുമായി പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ്സ് UP സ്കൂൾ ഓവറോൾ കിരീടം നേടി. കായികമേളയിൽ 58 പോയിന്റുമായി തിരുവമ്പാടി സേക്രട്ട് ഹാർഡ് UP സ്കൂൾ ഫസ്റ്റ് റണ്ണറപ്പ് കിരീടം നേടി. ആൽബിൻ ബിജു, ജിയോണ ജസ്റ്റിൻ, സെന്റ് ജോസഫ്സ് UP സ്കൂൾ പുല്ലൂരാമ്പാറ, ഷിസ സൈനബ്, സായുജ് കെ, സേക്രട്ട് ഹാർട്ട് UP സ്കൂൾ തിരുവമ്പാടി എന്നിവർ വിവിധ വിഭാഗങ്ങളിൽ വ്യക്തിഗത ചാമ്പ്യന്മാരായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA അബ്ദുറഹ്മാൻ സമ്മാനദാനം നിർവഹിച്ചു. മെമ്പർമാരായ രാമചന്ദ്രൻ കരിമ്പിൽ, രാജു അമ്പലത്തിങ്കൽ, KA മുഹമ്മദ് അലി, ഹെഡ്മാസ്റ്റർ CB കുര്യാക്കോസ്, പ്രിൻസിപ്പൽ ആന്റണി KJ ജോളി ജോസഫ്, അബ്ദുൾ റഷീദ് എന്നിവർ പ്രസംഗിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.